സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പ്രതിദിനം ശരാശരി 80 സർജറികൾ നടക്കുന്നുണ്ട്. അത്രയും സർജറികൾ നടത്താനുള്ള സംവിധാനവും എക്യുപ്മെൻസും ഒക്കെ ഉണ്ടോ നമുക്ക് നിലവിൽ? സർജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും കത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് അതായത് 2024 KGMCT തന്നെ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഒരു സർജിക്കൽ പ്രോട്ടോകോൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയുണ്ടായി. ജൂലൈ 2024 അപ്പോൾ ആ സർജിക്കൽ പ്രോട്ടോക്കോള് ഞങ്ങൾ കൊടുക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 80 മുതൽ 90 വരെ സർജറീസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സർജറീസിൽ വരുന്ന പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയും ഡോക്ടർക്ക് ഈ സർജറി ചെയ്യാനുള്ള ഒരു ഈസും ആ ഒരു ടെൻഷൻ കുറയ്ക്കുക, ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു തിയേറ്ററിൽ ഒരു സർജറി ചെയ്യുന്നതിന് എന്തൊക്കെയാണോ മിനിമം ആവശ്യങ്ങളുള്ളത് അതും WHO പ്രോട്ടോക്കോളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുത്തത്. പക്ഷേ നാളിതുവരെ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അതെന്തൊക്കെയായിരുന്നു മിനിമം എന്ന് പറയുമ്പോൾ? അത് ഞാൻ ഷെയർ ചെയ്യാം, അത് ഡോക്യുമെൻ്റ് ഉണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. സാധാരണ എന്ന് വെച്ചാൽ ഞാനൊരു സർജൻ അല്ല, അതുകൊണ്ട് എനിക്കതിൽ വ്യക്തമായി അങ്ങനെ ഒരു അത് പറയാൻ പറ്റില്ല. പക്ഷേ മിനിമം എന്ന് പറയുമ്പോൾ നമ്മളൊരു കുറേ പേഷ്യൻസ് വരും നമുക്ക്. അപ്പോൾ ആ പേഷ്യൻറ്റിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഡോക്ടർ എപ്പോഴും സ്ക്രബ് ചെയ്തിട്ട് സ്റ്റെറൈൽ പ്രിക്കോഷൻസിലാണ് നിൽക്കുന്നത്. ഡോക്ടർക്ക് ആ രോഗിയുടെ കേസ് ഷീറ്റോ അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സോ ഒന്നും ഡോക്ടർക്ക് ടച്ച് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതെടുത്ത് നോക്കാനായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ വേണം. അപ്പം സിസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഞങ്ങളുടെ ഇതിൽ സ്ക്രബ് നേഴ്സ് എന്ന് പറയും. സ്ക്രബ് നേഴ്സ് ഈ ഡോക്ടറെ പോലെ തന്നെ ഡ്രൈപ്പ് ചെയ്ത് സ്റ്റെറൈൽ പ്രിക്കോഷൻസിൽ നിൽക്കുന്ന ആളാണ് സ്ക്രബ് നേഴ്സ്. സോ ആ നേഴ്സിനും ഈ പുറത്തുള്ള ഒരു കാര്യങ്ങളും ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ടൊരു ഫ്ലോർ നേഴ്സ് കാണും, അതായത് സ്ക്രബ് ചെയ്യാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു നേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഓരോ സർജിക്കൽ റൂമിലും ഒരാൾ ഉണ്ടാവണം എന്നാണ് തൊടാൻ പാടില്ല. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് കൗണ്ട്, ഇപ്പോൾ ഈ ഇഷ്യൂസ് വരുന്നത് മുഴുവൻ നമ്മൾ പറയുന്ന ലെഫ്റ്റ് ഇൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ ഇൻസ്ട്രുമെന്റ് കൗണ്ട് അല്ലെങ്കിൽ മോപ്പ് കൗണ്ട്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ഞി, ഗോസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇൻ കൗണ്ടും ഉണ്ട്, അതായത് പേഷ്യൻ്റെ ബോഡിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ എടുക്കുന്നതിൻ്റെ കൗണ്ടുണ്ട്. ഇതെല്ലാം ഈ സ്ക്രബ് നേഴ്സ് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്, പുറകിൽ നിന്ന് വിളിച്ച് പറയുന്നുമുണ്ട്. അതായത് ഈ ഡോക്ടർക്കും സ്ക്രബ് നേഴ്സിനും കേൾക്കത്തക്ക രീതിയിൽ വിളിച്ച് പറയുന്നുമുണ്ട്. അതെ, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം വേണം, അതുപോലെ തന്നെ ആൾക്കാർ വേണം. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യമുള്ള ആൾക്കാർ ഓരോ ജോലികൾക്കും നിയോഗിക്കേണ്ട ആൾക്കാർ വേണം. അപ്പോൾ ഇതെല്ലാം ഒരാൾ ചെയ്യേണ്ടി വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് ഊഹിക്കാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആലോചിക്കണം, ഇപ്പം എത്രയാണ് നിങ്ങൾ ഇത്രയും ആയിരക്കണക്കിന് 10,000 ഇപ്പോൾ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എടുത്താൽ ഒരു തൈറോയ്ഡ് സർജറി തന്നെ 1200ഓളമാണ് ഒരു വർഷം നടക്കുന്നത്. അപ്പം അതനുസരിച്ച് എത്രയോ സർജറികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും 10,000കണക്കിന് സർജറീസ് നടക്കുന്നിടത്താണ് നിങ്ങൾ ഈ ഒരെണ്ണം പറയുന്നത്. അപ്പോൾ ആ ഡോക്ടർമാരും അവിടെയുള്ള നഴ്സുമാരും ഒക്കെ എന്തുമാത്രം കെയർഫുള്ളായിട്ട് എന്തുമാത്രം സ്ട്രെസ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതായത് കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷേ അവിടെ വരണം. ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ പറയുന്നത് ശരിയാണ്, 10,000 കണക്കിന് സർജറികൾ നടക്കുന്നതിനിടയ്ക്ക് ഒറ്റപ്പെട്ടതെന്നൊക്കെ പറയാവുന്ന ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതെ, അതുകൊണ്ടാണ് ഈ സർജിക്കൽ പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി ആൾക്കാരുടെ എണ്ണം കൂടേണ്ടി വരും, ടേബിളിൻ്റെ എണ്ണം കൂടേണ്ടി വരും ഇത്രയും സർജറി ചെയ്യണമെങ്കിൽ. അതായത് ഒരു പേഷ്യൻറ്റിനെ വെരിഫൈ ചെയ്ത് കിടത്തുമ്പോൾ അത്രയും സമയം എടുക്കും. ആ പേഷ്യൻറ്റിനെ ഔട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ സ്റ്റെപ്സ് ഉണ്ട്. ഇതെല്ലാം പാലിച്ചുകൊണ്ടേ ആ പേഷ്യൻറ്റിനെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പേഷ്യൻ്റ് കഴിയുന്ന ഉടനെ തന്നെ ക്ലീൻ ചെയ്യുക, അടുത്ത ആളെ കിടത്തുക, സർജറി ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേൺ ഓവർ വളരെ കൂടുതലാണ്. കാരണം അത്രയും നമുക്ക് പേഷ്യൻസ് വരുന്നുണ്ട്, ബാക്ക്ലോഗ് വരുന്നുണ്ട്. ഇത്രയും ചെയ്തിട്ട് പോലും നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പോലും അത്രയും സ്ട്രെസ് എടുത്ത് ഈ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരുമാണ്, ആ ആരോഗ്യ പ്രവർത്തകരാണ് നമുക്കുള്ളതെന്നുള്ളത് അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സർജിക്കൽ പ്രോട്ടോകോൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാതെയാണ് ഒരു പ്രശ്നം ഉണ്ടായതെങ്കിൽ ആർക്കെതിരെയാണ് നടപടി എടുക്കുന്നത്? സിസ്റ്റം പ്രശ്നമാണ് എന്ന്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ആരാണ്? സിസ്റ്റത്തിൽ ഞങ്ങളും ഉണ്ട്, ഞങ്ങളില്ല എന്ന് പറയുന്നില്ല. സിസ്റ്റത്തിൽ ഞങ്ങളും ഉണ്ട്, ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ട്, ഈ ഗവൺമെൻറ്റും ഉണ്ട്. ഇതെല്ലാം സിസ്റ്റമാണ്, മൊത്തം സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ എവിടെയാണ് പ്രശ്നം? ഇൻവെസ്റ്റ്മെൻറ്റ് തൊട്ട് തുടങ്ങുകയാണ്, സ്റ്റാഫ് അലൊക്കേഷൻ തൊട്ട് തുടങ്ങുകയാണ്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.